നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഗുരുവായൂർ. നമ്മൾ ഗുരുവായൂർ പോവുകയാണ്. കുറേ ദിവസമായി നമ്മൾ പോകണം വിചാരിക്കുന്നത്. അങ്ങനെ പറയാൻ കഴിയും. അപ്പോൾ അത് കേൾക്കില്ല. ബസ്സിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഗുരുവായൂർ വന്നത്. ഞങ്ങളിത് ഇവിടെ എന്താ പറയുക, ഞങ്ങളവിടെ എത്തി. നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നടക്കാട്ടോ, ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ കുറേ ആയി വിചാരിക്കണം ഗുരുവായൂർ വരണം എന്നുള്ളത്. അപ്പോൾ നടക്കാതെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോയിരുന്നതിന് മുന്നേ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ പോകുന്നു. ഇന്നിപ്പോൾ എത്രാം തീയതിയാണ്? 22-ാം തീയതി. അതെ, 22-ാം തീയതി. അപ്പോൾ ഞങ്ങൾ പോകുന്നു. നമ്മൾ റൂമിലേക്ക് പോകണം. എന്നിട്ട് നമുക്ക് കാണാം. എൻ്റെ അടുത്ത് 2 ബാഗുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. സോ നമുക്ക് നടത്തിയിട്ട് കാണാം. ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ മുന്നേ തന്നെ അവിടെ മാമനും അമ്മായിയൊക്കെ ചെന്ന് ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് നേരെ ഫുഡ് കഴിക്കാനാണ് പോയി. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങളവിടെ കുറേ നേരം അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു. കാരണം ഗുരുവായൂർ എപ്പോഴെങ്കിലും ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാടാ. ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാൻ തോന്നില്ലേ? സത്യം പറഞ്ഞാൽ അത്രയും വൈബ് വരുന്നൊരു സ്ഥലം ഉണ്ടാവില്ല. ഇതെന്ന് പറയുമ്പോൾ മാമൻ്റെ മോനാണ് എൻ്റെ. അവൻ ഇങ്ങനെ എന്നോട് ഓരോന്നൊക്കെ വെറുതെ അവിടെ അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയായിരുന്നു. അപ്പോൾ ഞങ്ങളതിങ്ങനെ ക്യാപ്ചർ ചെയ്താൽ അമ്മയുടെ കൂടെ പോയിട്ട് അമ്മയായിട്ട് വാങ്ങിയത്. അതായത് നമ്മളിവിടെ പോയപ്പോൾ 5 മിനിറ്റ് ഓടിച്ചില്ലേ? മറ്റേ മുത്തപ്പങ്ങാവ് പോയപ്പോൾ കഴിച്ചത് തന്നെയാണ്. മാല കഴിച്ചാലും കഴിച്ചാലൊന്നല്ല ഞാൻ മാലയും പറയാം ഗൈസ്. നമ്മളെന്താ വെച്ചാൽ എന്താ പറയുക, തൊഴുതെന്ന് വെച്ചാൽ പുറത്ത് നിന്ന് തൊഴുതു. കാരണം ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അന്ന് വൈകുന്നേരം കാരണം ഇന്നത്തെ കഴിഞ്ഞ് തൊഴല്. അപ്പോൾ അതിന് പറ്റിയില്ല. നമ്മൾ നാളെ ഇന്ന് രാത്രി വന്നിട്ട് നമുക്ക് തൊഴണം. അപ്പോൾ ഇപ്പം ഞങ്ങളിങ്ങനെ ഇവിടുത്തെ ഡാൻസ് കാണാമെന്ന് വിചാരിച്ചിട്ട് വരികയാണ്. ഓഡിയോ എത്രത്തോളം ക്ലിയർ ആവുണ്ടെന്ന് അറിയില്ല. കാരണം പുറത്തല്ലേ, ഇവിടെ നിന്ന് അധികം അതായത് സംസാരിക്കാൻ പറ്റില്ല. അമ്പലത്തിൻ്റെ ഭാഗമല്ലേ. അങ്ങനെ ഈ ക്ലിപ്പ് 2ാമത്തെ ദിവസം എടുത്തതാണ്. ഞാനും അമ്മമ്മയും കൂടിയിട്ട് അവിടെ നേരെ ഞങ്ങളെ റൂമിൻ്റെ ലോഡ്ജിൻ്റെ നേരെ താഴെയുള്ള കടയിൽ പോയിട്ട് വടയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ നേരത്ത് വേറെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ തൊഴുതിട്ട് ആ സമയത്ത് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഫ്രണ്ടിൽ. അപ്പോൾ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു. എനിക്ക് ആനയെ നല്ല ഇഷ്ടപ്പെട്ട്. ഫുള്ള് ബ്ലാക്ക് അല്ലായിരുന്നു, ഇങ്ങനെ വൈറ്റായിട്ട് കുറിയൊക്കെ തൊട്ടിട്ട് നല്ല ചന്തം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യൂ നിന്നപ്പോൾ അവിടെ ഇങ്ങനെ ഈ കുളത്തിലില്ലേ അവിടെ ഇങ്ങനെ ആമ ഉണ്ടായിരുന്നു. അതിങ്ങനെ എപ്പോഴും തലപൊക്കി ഇങ്ങനെ നോക്കിയായിരുന്നു. നമ്മൾ എന്താ പറയുക, രാവിലെ നേരത്തെ പോയിട്ട് തൊഴുതു. എന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് ഞങ്ങൾ പോയി തൊഴുതു. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ രാവിലെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ നോക്കുകയാണ്. അതെ, ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം വെക്കേഷൻ്റെ ടൈമായ കാരണം നല്ല തിരക്കുണ്ട്. ഞങ്ങളിങ്ങനെ ഇതവിടെ ലോഡ്ജിൻ്റെ ഇവിടെയാണ് താഴത്ത്. പക്ഷേ നിങ്ങൾക്ക് തിരക്ക് നല്ല ഉണ്ട്. പക്ഷെ ഇവിടെ അധികം തിരക്കില്ല, കാരണം റോഡല്ലേ. അമ്പലത്തിൻ്റെ അവിടെ നല്ല തിരക്കാണ്. ഫുഡ് കഴിക്കാനൊക്കെ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നിട്ട് രാത്രി തൊഴാൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണിയാകുമ്പോൾ ഒന്ന് രാവിലത്തെ ഫസ്റ്റ് നട തുറക്കില്ല, അപ്പോൾ തൊഴാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തൊഴുതു വന്നു. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. അങ്ങനെ അപ്പോൾ ഗൈസ്, നമ്മൾ ഗുരുവായൂരിൽ നിന്ന് തൊഴുത് ഞങ്ങൾ ഇറങ്ങി. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 ദിവസം ഇവിടെ എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി വന്ന് നിന്ന് ഞങ്ങൾ കുറേ നേരമായി ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞാൻ പോവാണ്. നമ്മൾ ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വെക്കേറ്റ് ചെയ്തത്. അപ്പോൾ അവരൊക്കെ ലഗേജൊക്കെ എടുത്തിട്ട് താഴത്തോട്ട് ഇറങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ലോഡ്ജായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഭയങ്കര സുഖമായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം 2 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല. ഈ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറക്കമില്ല, ഒന്നുമില്ല, ഫുഡേ വേണമെന്നില്ല. ഫുൾ ടൈം അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ നടക്കുക. അതുപോലെ തന്നെ ഡാൻസ് കാണുക. ഞാനാണെങ്കിൽ ഡാൻസിൻ്റെ ഒരു വലിയ ഫാനാണ്, ഞാൻ കളിക്കും. അപ്പോൾ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഡ്രീമല്ലേ. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്തെ അവിടെ ഇങ്ങനെ ചുറ്റി കണ്ട് കുറേ സംഭവങ്ങളൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ട്രിപ്പ് അവസാനിപ്പിച്ചു.